പുലരിപ്രഭയിൽ കർത്താവേ സാമോദം നിന്ദാസരിത സൃഷ്ടിക്കകിലം രക്ഷകനാം നിൻ സ്തുതിഗീതം പാടുന്നു. സകലേശാ നിൻ കൃപയാലേ ശാന്തി നിറഞ്ഞൊരു ദിനവും നീ പാപപ്പൊറുതിയുമരുളണമേ, നന്മയിലൂടെ നയിക്കണമേ. ശരണം പൊലിയാതെന്നാളും സുതരെ കാത്തരുളിയിടണമേ. ഞങ്ങൾക്കെതിരായൊരു നാളും വാതിലടയ്ക്കരുതഖിലേശ. നരവംശത്തിൻ വൈകല്യം അറിയും താതാ കനിയണമേ. അർഹത നോക്കാതെ വികലമായി പരിസമ്മാനം നൽകണമേ. സ്നേഹവും ഐക്യവും അന്യോന്യം ശാന്തിയും ഇവിടെ വിതയ്ക്കണമേ. അജപാലനമൊരു കുറവന്യേ ഫലമേകാനിടയാകണമേ. ആരോഗ്യം നരനേകണമേ, സൗഖ്യം രോഗിക്കേകണമേ. മർത്യഗണത്തിൻ പാപങ്ങൾ കഴുകി വിശുദ്ധി വളർത്തണമേ. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാൻ ഇന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് മാർച്ച് 2-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ വായനകൾ: ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന 9-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. കർത്താവെ, അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുമായി ഉടമ്പടി പാലിക്കുകയും അവരെ നിത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഉന്നതനും ഭീതിതനുമായ ദൈവമേ,
ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിൽ നിന്നകന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർത്തിക്കുകയും അങ്ങയെ ധിക്കരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തെ ജനത്തോടും അങ്ങയുടെ നാമത്തിൽ സംസാരിച്ച അങ്ങയുടെ ദാസന്മാരായ പ്രവാചകരുടെ വാക്ക് ഞങ്ങൾ ചെവിക്കൊണ്ടില്ല. കർത്താവെ, നീതി അങ്ങയുടേതാണ്. എന്നാൽ ഞങ്ങളുടെ മുഖത്ത് അങ്ങേക്കെതിരെ ചെയ്ത വഞ്ചന നിമിത്തം അങ്ങ് വിവിധ ദേശങ്ങളിൽ ചിതറിച്ചു കളഞ്ഞ യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളുടെയും സമീപസ്ഥരും ദൂരസ്ഥരുമായ ഇസ്രായേൽ ജനത്തിന്റെയും മുഖത്ത് ഇന്ന് കാണപ്പെടുന്നത് പോലെ ലജ്ജയാണ് നിഴലിക്കുന്നത്. കർത്താവെ, അങ്ങേക്കെതിരെ പാപം ചെയ്തതിനാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിതരാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ്. എന്നാൽ ഞങ്ങൾ അങ്ങയോട് മത്സരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ഞങ്ങൾ ചെവിക്കൊണ്ടില്ല. അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി ഞങ്ങൾക്ക് നൽകിയ നിയമം ഞങ്ങൾ അനുസരിച്ചില്ല. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 6 36 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ടു തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. സുവിശേഷ സാക്ഷികളായിടുവാൻ കൃപാഭിഷേകം വചനാഭിഷേകം ഈശോയെ ഞങ്ങൾ കേൾക്കണമേ. കൃപാഭിഷേകം വചനാഭിഷേകം ഈശോയെ ഞങ്ങൾ കേൾക്കണമേ. ക്രൂശിതന്റെ ഹൃദയവിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനെൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനെൻ വേദനയിൽ. ക്രൂശിതനെ കണ്ടു ഞാനെൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനെൻ വേദനയിൽ. ലോകത്തിന്റെ കണ്ണുകളിലൂടെ അപരനെ നോക്കിക്കാണാതെ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ അവരെ നോക്കിക്കാണാനും കരുണ കാണിക്കാനും എനിക്ക് കഴിഞ്ഞാൽ എന്റെ ജീവിതം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ക്രൈസ്തവ ജീവിതത്തിന്റെ ഹൃദയത്തെയാണ് ഈ സുവിശേഷ ഭാഗം ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തു നമ്മോട് പറയുന്ന വാക്കുകൾ വെറുമൊരു ഉപദേശത്തേക്കാൾ ദൈവത്തിന്റെ സ്വഭാവത്തിൽ പങ്കുചേരാനുള്ള ക്ഷണം കൂടിയാണ്. വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടുകയില്ല. കുറ്റം ചുമത്തരുത്, നിങ്ങൾക്കും ചുമത്തപ്പെടുകയില്ല. മറ്റുള്ളവരെ വിധിക്കാൻ ഞാൻ കാട്ടുന്ന തിടുക്കം എന്റെ വിധിന്യായവേളയിൽ ദൈവം എന്നോടും കാണിക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ ഈ സുവിശേഷം എനിക്ക് നൽകുന്നുണ്ട്. മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളെ നോക്കുന്നതിന് പകരം സ്വന്തം ജീവിതത്തെ ഒരു കണ്ണാടിയിലൂടെ നോക്കിക്കാണാൻ കഴിഞ്ഞാൽ എന്റെ ദൗർബല്യങ്ങളെ തിരിച്ചറിയാൻ എനിക്ക് കഴിയും. ക്ഷമിക്കുവിൻ, നിങ്ങൾക്കും ക്ഷമ ലഭിക്കും. ക്ഷമ എളുപ്പമല്ല, പക്ഷേ ക്ഷമിക്കാത്ത ഹൃദയം ഭാരമേറിയതാണ്. ക്ഷമ അഭ്യസിക്കുകയെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയെ നടക്കലാണ്. ദൈവം എന്നോട് കാണിക്കുന്ന ക്ഷമ അനുഭവിച്ചവരായി അതേ ക്ഷമ മറ്റുള്ളവർക്ക് നൽകാൻ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നൽകുവിൻ, നിങ്ങൾക്ക് നൽകപ്പെടും. ദൈവത്തിന്റെ ഗണിതം ലോകത്തിന്റെ ഗണിതത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നാം ഉദാരമായ നമ്മുടെ സമയം, സ്നേഹം, സഹായം, കരുണ എന്നിവ നൽകുമ്പോൾ ദൈവം അത് നിറഞ്ഞ അളവിൽ തിരികെ നൽകുന്നു. നാം ഉപയോഗിക്കുന്ന അളവിനേക്കാൾ ഇരട്ടിയായാണ് ദൈവം നമ്മോട് ഉപയോഗിക്കുന്നത്. നല്ല തമ്പുരാനെ, വിധിയോടെ മറ്റുള്ളവരെ നോക്കാതെ കരുണയോടെ അവരെ നോക്കിക്കാണാനുള്ള ഹൃദയ വിശാലതയും നന്മ നിറഞ്ഞ ഹൃദയവും നൽകി എന്നെ അനുഗ്രഹിക്കണമേ.
ആമേൻ. യേശുവേ, നിൻ സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ. യേശുവേ, നിൻ ത്യാഗത്തിൻ ആഴം കണ്ടു ഞാൻ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമാം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമാം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ. സ്നേഹം മാത്രം പങ്കുവച്ചു, നിന്നിലെ സ്നേഹമെല്ലാം എനിക്കു നൽകി, എന്നിലെ കറകളെല്ലാം മായ്ച്ചു നീ സ്നേഹം മാത്രം പങ്കുവച്ചു.
അതിലാദ്യമായി ഞാൻ ജീവന്റെ ഉറവ കണ്ടെത്തി. ഒരു വേള ഞാൻ ആ കാൽവരി കുരിശൊന്നു കണ്ടപ്പോൾ അതിലാദ്യമായി ഞാൻ ജീവന്റെ ഉറവ കണ്ടെത്തി. ഓ സ്നേഹമേ, ഓ ജീവനേ, അരികിൽ വരുന്നു നീ. സ്നേഹം മാത്രം പങ്കുവച്ചു, നിന്നിലെ സ്നേഹമെല്ലാം എനിക്കു നൽകി. എന്നിലെ കറകളെല്ലാം മായ്ച്ചു നീ. നീ എന്നാവിലാദ്യ സ്പർശമായപ്പോൾ എന്നുള്ളമൊന്നായേറ്റുവാങ്ങി നിന്റെ സ്നേഹത്തെ. ഒരു നാളിൽ നീ എന്നാവിലാദ്യ സ്പർശമായപ്പോൾ ഏറ്റുവാങ്ങി നിന്റെ സ്നേഹത്തെ. ഓ സ്നേഹമേ, ഓ ജീവനേ, എന്നുള്ളിൽ വാഴു നീ. സ്നേഹം മാത്രം പങ്കുവച്ചു, നിന്നിലെ സ്നേഹമെല്ലാം എനിക്കു നൽകി. എന്നിലെ കറകളെല്ലാം മായ്ച്ചു നീ. എന്നിലെ കറകളെല്ലാം മായ്ച്ചു നീ. എന്നിലെ കറകളെല്ലാം മായ്ച്ചു നീ. സ്വരമൊന്നു കേൾക്കുമോ, ഈ രൂപമൊന്നു കാണുമോ, ഈ സ്വരമൊന്നു കേൾക്കുമോ, ഈ രൂപമൊന്നു കാണുമോ. യേശുവേ എൻ ജീവനിൽ നീ ഹൃദയരാഗമായി പുൽകിടുമോ. യേശുവേ എൻ ജീവനിൽ നീ ഹൃദയരാഗമായി പുൽകിടുമോ. ഈ സ്വരമൊന്നു കേൾക്കുമോ, ഈ രൂപമൊന്നു കാണുമോ, ഈ സ്വരമൊന്നു കേൾക്കുമോ, ഈ
ഈ രൂപമൊന്നു കാണുമോ? കാരുണ്യരൂപനെ കാത്തിരുന്നീടാം, ആത്മഗായക നിൻ വിളിക്കാം. കാരുണ്യരൂപനെ കാത്തിരുന്നീടാം, ആത്മഗായക നിൻ വിളിക്കാം. ദൂരത്തു നിന്നും നീ വന്നുവെന്നാൽ, ദൂരത്തു നിന്നും നീ വന്നുവെന്നാൽ, അകലാതവിടുത്തെ ദാസനാകും. ഈശ്വരമൊന്നു കേൾക്കുമോ? ഈ രൂപമൊന്നു കാണുമോ? ഈശ്വരമൊന്നു കേൾക്കുമോ? ഈ രൂപമൊന്നു കാണുമോ? ഉലയുന്ന നെഞ്ചിലെ സ്നേഹത്തലോടലാൽ യേശുനാഥനെ നീ വരുമോ? ഉലയുന്ന നെഞ്ചിലെ സ്നേഹത്തലോടലാൽ യേശുനാഥനെ നീ വരുമോ? തെല്ലുമുറങ്ങാതെ നിൻമൊഴി കേൾക്കുവാൻ, തെല്ലുമുറങ്ങാതെ നിൻമൊഴി കേൾക്കുവാൻ, പിരിയാതെന്നുമെന്നരികിലെത്തൂ. ഈശ്വരമൊന്നു കേൾക്കുമോ? ഈ രൂപമൊന്നു കാണുമോ? യേശുവേ എൻ ജീവനിൽ നീ ഹൃദയരാഗമായി പുൽകിടുമോ? ഈശ്വരമൊന്നു കേൾക്കുമോ? ഈ രൂപമൊന്നു കാണുമോ? Merciful Lord, come to my life, save me, oh Lord. I am a sinner, oh merciful Lord. Fill me your love, fill me your spirit, fill me your love, and fill me your spirit.
Open my heart to love you evermore. Open my eyes to see you in my life. Open my heart to love you evermore. Fill me your love, fill me your spirit, fill me your love, fill me your spirit. Let me be a new man, let me be a new man, let me be a holy child in you, oh Lord, in you, oh Lord. Spiritu Santo.